സ്വർണ്ണക്കടത്ത് കേസിൽ തെറ്റിദ്ധാരണയുണ്ടാക്കാൻ പ്രധാനമന്ത്രിയുടെ ശ്രമം. ഏത് ഓഫീസ് കേന്ദ്രീകരിച്ചാണ് കേരളത്തിൽ സ്വർണ്ണക്കടത്ത് നടത്തിയതെന്ന് എല്ലാവർക്കും അറിയാമെന്ന പ്രധാനമന്ത്രിയുടെ പ്രസ്താവന സർക്കാരിനെ അപകീർത്തിപ്പെടുത്തുന്നത്. കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിൽ ഒരിടത്തും കേരളത്തിലെ ഒരു സർക്കാർ ഓഫീസിനെ കുറിച്ചും പരാമർശമില്ലെന്നിരിക്കെയാണ് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ള പ്രധാനമന്ത്രിയുടെ പ്രസ്താവന. ബുധനാഴ്ച തൃശൂരിൽ BJP സംഘടിപ്പിച്ച മഹിളാ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് തെറ്റിദ്ധാരണ പരത്തുന്ന പ്രസ്താവന നടത്തിയത്. ഏത് ഓഫീസ് കേന്ദ്രീകരിച്ചാണ് കേരളത്തിൽ സ്വർണ്ണക്കടത്ത് നടത്തിയതെന്ന് എല്ലാവർക്കും അറിയാമെന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രസ്താവന. കേരളത്തിൽ करप्शन हो, क्राइम हो या परिवारवाद, ये दोनों सब कुछ मिलकर के करते हैं. अब इंडी गठबंधन बनाकर इन्होंने घोषणा कर दी कि इनकी विचारधारा और इनकी नीतियों में कोई अंतर नहीं है. अब केरला की जनता को भी साफ पता चला है कि केरला का विकास अगर कोई कर सकता है. ഇത് സംസ്ഥാനത്തെ സർക്കാർ ഓഫീസുകളെ അപകീർത്തിപ്പെടുത്തുന്ന ആരോപണമാണെന്ന് വിവിധ കോണുകളിൽ നിന്ന് വിമർശനം ഉയർന്നു വന്നിരുന്നു. കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിൽ ഒരിടത്തും കേരളത്തിലെ ഒരു സർക്കാർ ഓഫീസിനെക്കുറിച്ചും പരാമർശമില്ലെന്നിരിക്കെയാണ് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ള പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. 2020 ജൂലൈ മാസത്തിലാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നയതന്ത്ര ചാനൽ വഴിയുള്ള സ്വർണ്ണക്കടത്ത് കസ്റ്റംസ് പിടികൂടിയത്. തിരുവനന്തപുരത്ത് UAE കോൺസുലേറ്റിലെ അഡ്മിൻ അറ്റാഷയുടെ മേൽവിലാസത്തിലെത്തിയ നയതന്ത്ര ബാഗേജിലാണ് 30 കിലോ സ്വർണം കണ്ടെത്തിയത്. ഇതോടെ അറ്റാഷ രാജ്യം വിട്ടു. അതേസമയം കോൺസുലേറ്റിലെ PRO സരിത്ത്, കോൺസുൽ ജനറലിന്റെ സെക്രട്ടറി സ്വപ്ന സുരേഷ്, ഇവരുടെ സുഹൃത്ത് സന്ദീപ് ഉൾപ്പെടെ പ്രധാന പ്രതികളെ പിടികൂടുകയും ചെയ്തു. കസ്റ്റംസിന് പുറമെ കേന്ദ്ര ഏജൻസികളായ NIAയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കേസ് അന്വേഷിച്ചിരുന്നു. 3 ഏജൻസികളുടെ കുറ്റപത്രത്തിലും പ്രധാന പ്രതികൾ ഇവരെല്ലാമായിരുന്നു. കോൺസുലേറ്റ് കേന്ദ്രീകരിച്ച് നടത്തിയ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ അന്വേഷണ ഏജൻസികളുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ടെങ്കിലും വിദേശ പൗരന്മാരെ ചോദ്യം ചെയ്യാൻ പോലും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അന്വേഷണ കാലയളവിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെടുത്തി BJPയും പ്രതിപക്ഷവും നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചെങ്കിലും അന്വേഷണ ഏജൻസികളുടെ കുറ്റപത്രത്തിൽ ഒരിടത്തും സംസ്ഥാനത്ത് ഒരു സർക്കാർ ഓഫീസിനെക്കുറിച്ചും പരാമർശിക്കുന്നില്ല. ഒന്നാം പിണറായി സർക്കാരിൻ്റെ അവസാന കാലഘട്ടത്തിൽ ഉയർത്തിക്കൊണ്ടുവന്ന വ്യാജ ആരോപണങ്ങളെ അതിജീവിച്ച് LDFന് തുടർഭരണം ലഭിക്കുകയും ചെയ്തു. ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെയാണ് പഴകിത്തേഞ്ഞ ആരോപണങ്ങൾ വീണ്ടും പൊക്കിക്കൊണ്ടുവരാൻ BJP നേതാവായ പ്രധാനമന്ത്രി ശ്രമിക്കുന്നതെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു. കൈരളി ന്യൂസ്, കൊച്ചി.